ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം പെട്ടകത്തിൽ കയറിയ നോഹയും ആ നോഹയിലൂടെ ദൈവം തരുന്ന സന്ദേശങ്ങളും എന്നതിനെ പറ്റിയാണ്. ഇന്ന് ലോകം മുഴുവനുമുള്ള ശാസ്ത്രജ്ഞന്മാർ പരക്കെ അംഗീകരിക്കുന്ന ഒരു ശാസ്ത്രീയ സത്യമാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വെള്ളപ്പൊക്കം. ലോകത്ത് വലിയ ഒരു വെള്ളപ്പൊക്കം ലോകം മുഴുവനെയും മൂടി നിൽക്കുന്ന തരത്തിൽ ഉണ്ടായി എന്ന് ഫോസിലുകളെപ്പറ്റിയും പ്രകൃതിയെപ്പറ്റിയും പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഒന്നടങ്കം തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്റെ വചനങ്ങൾ വള്ളിയോ പുള്ളിയോ മാറുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നോഹയുടെ കാലത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് ഹൃദയം തുറന്ന് കേൾക്കുകയാണ്. ഒന്നാമതായി, നോഹ പെട്ടകത്തിന്റെ അകത്തേക്ക് കയറിയത് അന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ എന്നോർത്ത് കർത്താവ് പരിതപിച്ചു. ദൈവത്തിന് വേദന തോന്നി, ദൈവത്തിന്റെ ഹൃദയത്തിന് പെയിൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. വേദനിച്ചു. വഴിതെറ്റി പോകുന്ന മക്കളെ കണ്ട് ഒരു അപ്പച്ചൻ വേദനിക്കുന്നത് പോലെ, ഒരു ചാച്ചൻ വേദനിക്കുന്നത് പോലെ എന്റെ മക്കളെല്ലാം വഴിതെറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് ദൈവം വേദനിക്കുകയാണ്. അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കണ്ടു. പുറമേ അവൻ എപ്പോഴും ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നില്ല എങ്കിലും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചിരിക്കുന്നു. ദുഷിച്ച ചിന്തകൾ, ദുഷിച്ച ഭാവനകൾ. ഒടുവിൽ ഈ ഒരു ജനറേഷൻ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം പുതിയൊരു തലമുറയ്ക്ക് രൂപം കൊടുക്കാൻ ദൈവം തിരുമനസ്സാകുകയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നിന്നും, എല്ലാവരെയും നശിപ്പിക്കുന്ന കൂട്ടത്തിൽ നിന്നും ദൈവം ഒരു മനുഷ്യനെയും അവന്റെ കുടുംബത്തെയും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ മനുഷ്യന്റെ പേരാണ് നോഹ. നോഹയെ പറ്റി നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, 2 Peter chapter 2 verse 5, 2 Peter 2:5 പറയാണ്, നോവ എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നെസ്. ഞാനിത് ഇംഗ്ലീഷിൽ പറയാൻ കാരണമുണ്ട്. മലയാളം ബൈബിളിൽ ഇതിന്റെ യഥാർത്ഥ മലയാളം ഞാൻ കാണുന്നില്ല. അവിടെ നീതിയുടെ മുന്നോടിയായ നോഹ എന്ന് മാത്രമാണ് കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീതിയെപ്പറ്റി പ്രസംഗിച്ച നോഹ എന്നാണ്. നോവ എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നെസ്. നോഹ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ. അത് സത്യമാകാൻ കാരണമുണ്ട്. ദൈവത്തിന്റെ സ്വഭാവമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒന്നും പറയാതെ പെട്ടെന്ന് കയറി തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദൈവമല്ല. ദൈവം തീർച്ചയായിട്ടും നോഹയിലൂടെ ജനത്തിന് സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നോവ എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു, മാനസാന്തരപ്പെടുവിൻ. വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു, മാനസാന്തരപ്പെടുവിൻ. ദൈവിക ജഡ്ജ്മെന്റ് കടന്നു വരാൻ പോകുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് നോഹ 100 വർഷങ്ങൾ പ്രസംഗിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ദൈവം നോഹയോട് പറഞ്ഞതിന് ശേഷം, ഗോഫർ മരത്തിന്റെ തടി കൊണ്ട് നീ വലിയ ഒരു പെട്ടകമുണ്ടാകണമെന്ന് പറഞ്ഞതിന് ശേഷം 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നോഹ 100 വർഷത്തോളം അവിടെയും ഇവിടെയും ഓടി നടന്ന് പ്രസംഗിച്ചു. മക്കളെ, സഹോദരങ്ങളെ, മാനസാന്തരപ്പെടുവിൻ, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, ഇതാ മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല. ഇതിനെപ്പറ്റി കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രന്റെ ആഗമനമെന്ന് പറയുന്നത് നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം പോലെ തന്നെ ആയിരിക്കും. ജലപ്രളയം വന്ന് നോഹ പെട്ടകത്തിൽ കയറുന്ന ദിവസം വരെ അവർ തിന്നും
കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് അവരെ സംഹരിക്കുന്നത് വരെ അവരാരും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. ഇതുപോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്നുന്നത് തെറ്റാണോ? കുടിക്കുന്നത് തെറ്റാണോ? വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? വിവാഹം കഴിപ്പിക്കുന്നത് തെറ്റാണോ? ഇതൊന്നും തെറ്റല്ല. ഇതൊക്കെ ശരിക്കും വേണ്ടത് തന്നെ. എങ്കിലും യേശു പറയാണ്, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചും കഴിഞ്ഞു പോകും. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ മറ്റ് യാതൊരു ഉത്തരവാദിത്തങ്ങളില്ലാത്തതുപോലെ, മറ്റ് യാതൊരു ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ഇല്ലാത്തതുപോലെ, യാതൊന്നും ചെയ്യാനില്ലാത്തതുപോലെ, ജഡത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ആത്മാവിനെ പറ്റി ചിന്തയില്ലാത്തവരായി, ദൈവിക നിയമങ്ങളെപ്പറ്റി ബോധമില്ലാത്തവരായി, ദൈവത്തെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യാതെ ജഡികരായി അവർ ജീവിച്ചു. തിന്നും കുടിച്ചും മാത്രം ജീവിച്ചു. വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചും മാത്രം ജീവിച്ചു. നോഹ പ്രസംഗിച്ചതിനെ പറ്റി അവർ ആരും കേട്ടില്ല. ഒടുവിൽ വെള്ളപ്പൊക്കമുണ്ടായി. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞിരിക്കുന്നത് പോലെ സകലരും ചത്തൊടുങ്ങി. നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെട്ടു. ഈ പെട്ടകമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? അന്ന് ദൈവീക ന്യായവിധിയായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം കാണിച്ചു കൊടുത്ത ഏക മാർഗം ഈ പെട്ടകമാണ്. അതുകൊണ്ടാണ് പത്രോസ് പ്രസംഗിക്കുന്നത്, ആകാശത്തിന് താഴെ മനുഷ്യന് രക്ഷപ്പെടാൻ ഒരേ ഒരു പെട്ടകമേ ഉള്ളൂ, അവന്റെ പേരാണ് യേശു ക്രിസ്തു. ദ നെയിം ഓഫ് ജീസസ്. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് താഴെ നമ്മുടെ ഇടയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12. There is only one name, the name above every name, the name of Jesus. യേശുവിന്റെ നാമം, അതാ പെട്ടകമാണ്. നോഹ പ്രസംഗിച്ചത് ഇതാണ്, ദൈവിക ന്യായവിധി വരുന്നു, മാനസാന്തരപ്പെടുവിൻ, പെട്ടകത്തിൽ കയറുവിൻ. ആരും കേട്ടില്ല, അവർ ചിരിച്ചു. മഴ എന്താണെന്ന് പോലും കണ്ടിട്ടില്ലാത്ത കാലത്ത് നോഹ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, നോഹയെ ആളുകൾ എന്തെല്ലാം വിളിച്ച് പരിഹസിച്ച് കാണും. പക്ഷേ സംഭവിച്ചു. 2, പെട്ടകത്തിന് ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പ്രവേശിക്കുന്നില്ല. ഐ ആം ദ ഡോർ. ഞാനാണ് വഴി, ഞാനാണ് വാതിൽ, ഞാനാണ് സത്യം. പെട്ടകത്തിന് ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. 3, പെട്ടകത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞത് ദൈവമാണ്. മനുഷ്യർക്കാർക്കും ഈ വാതിൽ അടയ്ക്കാനും തുറക്കാനും പറ്റിയില്ല. അടുത്തത്, വാതിൽ തുറന്നിട്ടിരുന്ന കാലാവധി വളരെ കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വാതിൽ അടഞ്ഞു. ഇത് കൃപയുടെ കാലഘട്ടമാണ്. ദൈവം 2 കൈ നീട്ടി പാപികളെ സ്വീകരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ കൃപയുടെ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ഒരു ദൈവീക ന്യായവിധിയുടെ കാലഘട്ടം വരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ മാനസാന്തരപ്പെടണം. പാപം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നോഹ പറഞ്ഞതുപോലെ, നോഹ പ്രസംഗിച്ചതുപോലെ എത്രയോ ദൈവമക്കൾ ഇന്ന് പ്രസംഗിക്കുന്നു, ടെലിവിഷനിലൂടെ പോലും. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടേണ്ട സമയമാണിത്. വെള്ളപ്പൊക്കം വരുമെന്ന് മനസ്സിലാക്കിയ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയതുപോലെ ലോകത്തിനൊരു അവസാനമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെട്ടകത്തിൽ കയറേണ്ട സമയമാണിത്. പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് പത്രോസ് പ്രവചിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ പ്രവചിച്ചിട്ടുണ്ട്, വെള്ളപ്പൊക്കം മൂലമല്ല ലോകം അവസാനിക്കാൻ പോകുന്നത്, ഭൂമി കത്തി നശിക്കുമെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. തീയാൽ കത്തി നശിക്കും. നമുക്കറിയാം, ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ, ഒരു 3-ാം ലോക മഹായുദ്ധമുണ്ടായാൽ സകലതും കത്തി നശിക്കാൻ മിനിറ്റുകൾ പോലും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഭൂമിയെ എത്രയോ തവണ കത്തിക്കാനുള്ള ആയുധങ്ങളാണ് രാജ്യങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. പത്രോസിന് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു, മോനെ, ഈ ഭൂമി നശിക്കാൻ പോകുന്നത് അഗ്നിയാലാണ്, വെള്ളത്താലല്ല, അഗ്നിയാലാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ പേടകത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ്, ആ വണ്ടർഫുൾ ലോർഡ് ആൻഡ് സേവിയർ, ലോകത്തിന്റെ രക്ഷകൻ. 2, നോഹ പെട്ടകത്തിൽ കയറിയത് വിശ്വാസ നിമിത്തമാണ്. മഴ എന്താണെന്ന് നോഹ കണ്ടിട്ടില്ല, മഴയെപ്പറ്റി കേട്ടിട്ടില്ല, മഴ പെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എങ്കിലും ദൈവം പറഞ്ഞു, മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൊട്ടനെ പോലെ നോഹ കണ്ണുമടച്ചത് വിശ്വസിച്ചു. ഹെബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പും
കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ നരകം കണ്ടിട്ടില്ല, നമ്മളത് വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞതിനെ നോഹ കണ്ണുമടച്ച് വിശ്വസിച്ചു. മഴ എന്താണെന്ന് കാണാത്ത നോഹ മഴ പെയ്യുമെന്ന് വിശ്വസിച്ചു. നരകം എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത നമ്മൾ നരകം കാണാതെ തന്നെ വിശ്വസിക്കുന്നു. സ്വർഗത്തെ കണ്ടിട്ടില്ലാത്ത നമ്മൾ സ്വർഗത്തെ വിശ്വസിക്കുന്നു. ഹെബ്രായ ലേഖനം 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം പറയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം അതിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. നോഹ വിശ്വാസം വഴി പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. വിശ്വസിക്കാതിരുന്നവർ പെട്ടകത്തിൽ കയറിയില്ല, അവർ നശിച്ചു പോകുകയും ചെയ്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്ന പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് പ്രസംഗം കേൾക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളരുത്. പകരം യേശുവിലൂടെയുള്ള രക്ഷയെ അനുഭവിക്കാൻ വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാം തിരുവചനം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇഫ് യു ഡെയർ ടു ബിലീവ്. യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ജീസസ്. യേശുവിന്റെ മഹത്വം നിങ്ങൾക്ക് വിശ്വസിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവമൊത്തുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത് സംശയത്തെ ദൂരീകരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നതിനെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ്. നോഹയെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. ഞാൻ ഓർക്കുന്നു, ഒരു മലയുടെ മുകളിലാണ് നോഹ ഈ പെട്ടകം പണിതെന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. കടൽ കിടക്കുന്നത് ഒരുപാട് ദൂരെയാണ്. എന്നിട്ടും ഈ മനുഷ്യൻ ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുകയാണ്. കടലിലെ വെള്ളം ഉയർന്ന് ഈ മലയുടെ മുകളിലെത്തി ഈ പെട്ടകം അതിലൂടെ ഒഴുകി നടക്കുമെന്ന് ഒരു പോഷനെ പോലെ നോഹ വിശ്വസിക്കുകയാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ്. അഭിഷേകം നിറഞ്ഞ വചനപ്രഘോഷകർ നിത്യജീവനെ പറ്റി പ്രസംഗിക്കുമ്പോൾ, സ്വർഗത്തെയും നരകത്തെയും പറ്റി ക്ലാസുകൾ എടുക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ, ദൈവമേ ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായി നോഹ പെട്ടകത്തിന്റെ അകത്ത് ആദ്യം കയറി മാതൃക കാണിച്ചു കൊടുത്തു. ഒരു പെട്ടകം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ ബാക്കിയുള്ളവർക്ക് ഒരു ഭയം തോന്നിക്കാണും. അതുകൊണ്ട് നോഹ പറഞ്ഞു, ഞാൻ തന്നെ ആദ്യം കയറി കാണിക്കാം. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, നോഹ പെട്ടകത്തിന്റെ അകത്ത് ആദ്യം കയറി. ആരാണ് ഒരു യഥാർത്ഥ ചാമ്പ്യൻ? ഒരു യഥാർത്ഥ നേതാവ് ആരാണ്? അവൻ ആദ്യം കയറുന്നു, അവസാനം ഇറങ്ങുന്നു. അതാണ് യഥാർത്ഥ ചാമ്പ്യൻ. അവൻ ആദ്യം കയറുന്നു, അവസാനം ഇറങ്ങുന്നു. ഈ കപ്പലുകളൊക്കെ അപകടത്തിൽ പെടുമ്പോൾ അപകടത്തിലേക്ക് ആദ്യം എടുത്ത് ചാടുന്നത് ഈ കപ്പൽ ഓടിക്കുന്ന ക്യാപ്റ്റനാണ്. എല്ലാവരും രക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു ധീരനായ ക്യാപ്റ്റൻ കപ്പലിൽ നിന്നും ഇറങ്ങത്തുള്ളതാണ് പറയുന്നത്. സകല ജനങ്ങളും, തന്നെ വിശ്വസിച്ച് കപ്പലിൽ കയറിയ സകല ജനങ്ങളും രക്ഷപ്പെട്ടോ എന്ന് ഒരിക്കൽ കൂടി ചോദിച്ചതിന് ശേഷം മാത്രമേ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ഇറങ്ങാറുള്ളത്രേ. അതാണ് ധീരൻ. ഇവിടെ നോഹ കാണിച്ചു കൊടുത്തു, ആദ്യം കയറി കാണിച്ചു കൊടുത്തു. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം. ക്യാപ്റ്റനായ ജോഷുവ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുക്കുവിൻ, ഇന്ന് തീരുമാനമെടുക്കുവിൻ. പാപത്തെ സേവിക്കുമോ ദൈവത്തെ സേവിക്കുമോ? യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ടുഡേ. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. എന്നിട്ട് ആദ്യത്തെ തീരുമാനം ജോഷുവ എടുത്ത് കാണിച്ചു, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതാ ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തരുന്നു, ഞാൻ തന്നെ ചുവട് വെച്ച് കാണിച്ചു തരുന്നു, ഞാൻ തന്നെ തീരുമാനമെടുത്ത് കാണിച്ചു തരുന്നു. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞങ്ങൾ പാപത്തെ സേവിക്കുകയില്ല, ഞങ്ങൾ അശുദ്ധിയെ സേവിക്കുകയില്ല, ഞങ്ങൾ കർത്താവിനെ സേവിക്കും. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം പൗലോസ് പറയാണ്, ഞാൻ കർത്താവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞാൻ നടന്ന് കാണിച്ചു തരുന്നു, ഞാൻ നടക്കുന്ന വഴിയിലൂടെ നടക്കുവിൻ, എന്റെ പിന്നാലെ വരുവിൻ. യേശു നടന്ന് കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ. ഒരു യഥാർത്ഥ ചാച്ചൻ, ഒരു യഥാർത്ഥ കുടുംബനാഥൻ കുടുംബ പ്രാർത്ഥന നയിച്ച് കാണിച്ചു കൊടുത്തിട്ടേ മക്കളോട് പറയാവുള്ളൂ, മക്കളെ പാവിരിയടാ, പ്രാർത്ഥനയ്ക്കിരിക്കടാ. അല്ലാതെ ബീഡിയും വലിച്ച് വെള്ളമടിച്ച് കറങ്ങി നടന്നിട്ട് എന്റെ മക്കളെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമായടാ പാവിരിയടാ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് പുച്ഛമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അവരിപ്പോൾ ഒരുപക്ഷെ ഭയപ്പെട്ട് നമ്മളെ അനുസരിച്ചാലും അവരുടെ ഉള്ളിൽ ഇത് പറയുന്ന പപ്പയോട് വെറുപ്പാണ്, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, റിബലിയനാണ് അവർക്ക്.
അവർ പറയാ വേറെ ഗതിയില്ല, അനുസരിക്കാതെ വേറെ ഗതിയില്ല. അവർ ഉള്ളിൽ ശപിച്ചുകൊണ്ട് അനുസരിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥന നയിച്ചൊരപ്പൻ കാണിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് 2 കരവും ഉയർത്തിപ്പിടിച്ച് ദൈവപിതാവേ എങ്ങനെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പാടുമ്പോൾ കൊച്ചുമക്കൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കും. എന്റെ ചാച്ചൻ പാടുന്നു, എന്റെ ചാച്ചന് പാട്ട് പാടാൻ അറിയില്ല, പക്ഷേ പരുപരത്ത ശബ്ദമുയർത്തി എന്റെ ചാച്ചൻ ദൈവത്തെ ആരാധിക്കുന്നു, എന്റെ പപ്പ ദൈവത്തെ ആരാധിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് വലിയൊരു മാതൃകയായിട്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നോഹ ആദ്യമായിട്ട് ആ പെട്ടകത്തിന്റെ അകത്തേക്ക് കയറി കാണിച്ചു, പൗലോസ് നടന്നു കാണിച്ചു, യേശു ക്രിസ്തു ജീവിച്ച് കാണിച്ചു, വിശുദ്ധരെല്ലാം ജീവിച്ച് കാണിച്ചു, അൽഫോൻസാമ്മ ജീവിച്ച് കാണിച്ചു തന്നു. അതാ അൽഫോൻസാമ്മയ്ക്ക് തൊട്ടു പുറകെയായി നമ്മൾ കാണുകയാണ് വിശുദ്ധരുടെ ഒരു പ്രളയം തന്നെ മലയാള സഭയിലേക്ക് കടന്നു വരികയാണ്. ഒരാൾ നടന്ന് കാണിക്കണം. കുടുംബനാഥ ജീവിച്ച് കാണിക്കണം. 10,000 പ്രസംഗങ്ങളെക്കാൾ മക്കൾക്ക് കൊടുക്കാവുന്നത് ഒരു ജീവിതമാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ഒരപ്പന് ഒരു അമ്മയ്ക്ക് പറയാനായിട്ട് സാധിക്കണം. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ട്രാജഡി, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും, എന്റെ കുഞ്ഞിന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം, അവൻ വഴിതെറ്റിപ്പോകുന്നു. കുഞ്ഞിനെ വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴാണ് അപ്പനും അമ്മയും തമ്മിൽ വഴക്കിടുന്നതും 2-3 ദിവസം മിണ്ടാതിരിക്കുന്നതും, അപ്പൻ വെള്ളമടിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കുന്നതും, അപ്പൻ ഒരിക്കൽ പോലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തതും മക്കൾ പറഞ്ഞു തരുമ്പോൾ കാരണക്കാരാരാണ് പ്രിയപ്പെട്ടവരെ? നോഹ നടന്ന് കാണിച്ചു കൊടുത്തു. ഫോളോ മീ. ജോഷുവ കാണിച്ചു, മോശ കാണിച്ചു. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പെട്ടകത്തിന്റെ അകത്തേക്ക് കയറി ഒരു മാതൃക കാണിച്ചു കൊടുക്കുക. 4ാമതായി, നോഹ കയറിയപ്പോൾ ബാക്കി എല്ലാവരും നോഹയുടെ പുറകെ കയറി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് കടന്നു വരും. നീ വിശ്വസിച്ചിട്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരും രക്ഷപ്പെട്ടു സ്വർഗത്ത് വരാൻ സാധ്യതയുണ്ട്. നിന്റെ തലമുറകൾ രക്ഷപ്പെടും, നിന്റെ കുടുംബത്തിലുള്ളവർ, നിന്റെ മക്കൾ രക്ഷപ്പെടും. ഒരാൾ നടന്ന് കാണിച്ചാൽ അനേകർ വരും. വളരെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ലോത്തിന് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതൊരു വലിയ വിഷയമാണ്. ലോത്തിന് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ സാധിച്ചില്ല. ലോത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ടു. നോഹയ്ക്ക് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ രക്ഷിക്കാൻ സാധിച്ചു. അബ്രഹാമിന് തന്റെ ഭാര്യയെ രക്ഷയിലേക്ക് നയിക്കാൻ സാധിച്ചു. ഇസഹാക്കിന് സാധിച്ചു. യാക്കോബിന് സാധിച്ചു. ജോസഫിന് സാധിച്ചു. ബൈബിളിലെ ഉന്നതരായ ആത്മീയ മനുഷ്യർക്കെല്ലാം തങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിച്ചപ്പോൾ ലോത്തിനത് സാധിച്ചില്ല. കാരണം ലോത്തിന് ശരിക്കും നടന്ന് കാണിക്കാൻ സാധിച്ചില്ല. ലോത്തിന് ഒരു മോഡലായിട്ട് ഫാമിലിയുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. സമരിയാക്കാരി സ്ത്രീയെപ്പറ്റി നമ്മൾ കാണുകയാണ്. 5 ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ച് പാപത്തിന്റെ കൊതി തീരാതെ 6ാമതൊരുത്തനെ കല്യാണം കഴിക്കാതെ ജീവിച്ചവൾ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. 2 കൊരിന്ത്യർ 5:17 യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി നമ്മൾ പറയുന്നില്ലേ? അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവൾ നടന്ന് കാണിച്ചു കൊടുത്തു. അവൾ നടന്ന് കാണിച്ചു കൊടുത്തു. അവൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അവൾ മാനസാന്തരപ്പെട്ട് കാണിച്ചു കൊടുത്തു. അവൾ യേശുവിന്റെ സ്വന്തമായി ജീവിച്ച് കാണിച്ചു കൊടുത്തു. അവൾ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൾ പട്ടണത്തിലേക്ക് പോയിട്ട് ആൾക്കാരോട് പറഞ്ഞു, എന്നെ കാണുവിൻ, ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് മൈ ലൈഫ്, ലുക്ക് അറ്റ് മൈ ട്രാൻസ്ഫോർമേഷൻ, ലുക്ക് അറ്റ് മൈ ന്യൂ ലൈഫ്. എന്റെ പുതിയ ജീവിതത്തിലേക്ക് നോക്കിക്കേ, എന്റെ രൂപാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ എന്റെ പുരുഷന്മാരെല്ലാം ഉപേക്ഷിച്ചു. ഞാൻ വിശുദ്ധയാകാൻ തീരുമാനമെടുത്തു. ഞാൻ രക്ഷകനെ കണ്ടെത്തി. ഇതാ പട്ടണം മുഴുവൻ. എനിക്ക് അത്ഭുതമാണ്. ഞാൻ എത്രയോ പ്രസംഗിക്കുന്നു, ഒരു പട്ടണം മുഴുവൻ ഇന്ന് വരെ എന്റെ പ്രസംഗം കേട്ട് യേശുവിലേക്ക് വരുന്നത് ഈ 15 വർഷമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു സ്ത്രീ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ യേശുവാകുന്ന പെട്ടകത്തിലേക്ക് കയറുവാൻ സമരിയാക്കാര് മുഴുവൻ കടന്നു വരുന്ന രംഗം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതല്ലേ പ്രിയപ്പെട്ടവരെ? അവളുടെ ജീവിതത്തിൽ വന്ന രൂപാന്തരീകരണം സമരിയ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളെയും പിടിച്ചു കുലുക്കുകയും അവർ കൂട്ടത്തോടെ കടന്നു വന്ന് യേശുവിനോട് പറയാണ്, 2 ദിവസം ഞങ്ങളോടൊത്ത് നീ താമസിക്കുക. യേശു അത് കേൾക്കുകയാണ്. യേശു അവരോടൊപ്പം താമസിക്കുന്നു. എന്നിട്ട് ആ ജനങ്ങൾ പിന്നീട് അവളോട് പറയുക, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ തന്നെ രക്ഷകനെ കണ്ടെത്തുകയും അവനാണ് ദൈവത്താൽ അയക്കപ്പെട്ട മിശിഹ എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ നടന്ന് കാണിച്ചപ്പോൾ ആ പട്ടണത്തിലുള്ളവർക്ക് മുഴുവനും നടന്ന് കാണിക്കാനായിട്ട് സാധിച്ചു. ഒരു യഥാർത്ഥ ലീഡർ
നടന്ന് കാണിക്കുന്ന മനുഷ്യനായിരിക്കും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ബാക്കി എല്ലാവർക്കും അപ്പോൾ നടക്കുവാനായിട്ട് എളുപ്പമാണ്. ഇന്നത്തെ യുവജനങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്താണ്? പഠിപ്പിക്കുന്നവരെ അല്ല, ഐഡിയോളജി പറയുന്നവരെ അല്ല, ആദർശങ്ങൾ പറഞ്ഞു തരുന്നവരെ അല്ല, കാണിച്ചു തരുന്നവരെയാണ്. വിശുദ്ധിയുള്ള ഒരു മനുഷ്യനെ കാണാൻ യുവജനങ്ങൾ കൊതിക്കുന്നു. അഭിഷേകം നിറഞ്ഞ ഒരു വ്യക്തിയെ ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ, നേരിട്ട് കാണാൻ യുവജനങ്ങൾ കൊതിക്കുന്നു. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയെ, അഭിഷേകം നിറഞ്ഞ ഒരു വ്യക്തിയെ, കൈ ഉയർത്തുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുന്ന വ്യക്തിയെ, വാ തുറക്കുമ്പോൾ അഭിഷേകം നിറഞ്ഞ വ്യക്തിയെ, അഭിഷേകത്തിന്റെ ജീവിതം ജീവിച്ച് കാണിക്കുന്ന വ്യക്തികളെ കാണാൻ യുവജനങ്ങൾ കൊതിക്കുന്നു. ദേ ആർ ലുക്കിംഗ് ഫോർ റിയാലിറ്റി. നമുക്കത് സാധിക്കുമെങ്കിൽ നമുക്ക് യുവജനങ്ങളെ നേടാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും യുവജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇന്ന വ്യക്തിയുടെ ജീവിതമാണ് എന്നെ ആകർഷിച്ചത്, ഇന്ന വ്യക്തിയെ കണ്ടിട്ടാണ് ഞാൻ കർത്താവിലേക്ക് കടന്നു വന്നത്. നോഹയിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചത് നമുക്കിന്ന് തിരുവചന ശുശ്രൂഷയിൽ ഏറ്റുവാങ്ങി അത് 100 മേനി പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് നമുക്ക് ഈശോയുടെ കൃപയിൽ 100% ആശ്രയിച്ചാലേ സാധിക്കത്തുള്ളൂ. കർത്താവെ, പെട്ടകത്തിന്റെ അകത്തേക്ക് കയറുവാനും അനേകരെ പിടിച്ചു കയറ്റുവാനും എന്നെ ഒരു ഉപകരണമാക്കണമേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ലോകത്തിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പെട്ടകമാകുന്ന യേശുവിലേക്ക് കയറുവാനും ഒരു വിശുദ്ധ ജീവൻ നയിക്കാനും പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന അനേകരെ മോചിപ്പിച്ച് യേശുവാകുന്ന പെട്ടകത്തിൽ കയറ്റുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്ന് എന്നെ നീ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.